ഹായ് ഗായ്സ്, അപ്പോൾ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്കൊരു പ്രത്യേക ജീവിതത്തിലെ നല്ലൊരു അനുമോദനം കിട്ടുന്ന ദിവസമാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മളെ വീഡിയോ വൈറലായത് കാരണം നമ്മളെ നാട്ടിൽ നിന്നൊരു അനുമോദനം കിട്ടുകയാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ വീഡിയോസാണ് ഇന്ന് വരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ നാട്. കുറച്ച് ഭാഗങ്ങൾ ഏതായാലും കാണിച്ചു തരാം. നമ്മളെ ഇപ്പം എന്നാലും ഫ്രൈഡേ അല്ലേ, പള്ളിയിൽ പോയി നിൽക്കുകയാണ്. ഹലോ ഞോ, എന്തോ ഉണ്ട് പറഞ്ഞിട്ട് ഇവിടെ എന്താ ഇപ്പം മണക്കുണ്ടോ? എന്തോ ഉണ്ട് പറഞ്ഞിട്ട് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞേനി. എന്താ നോക്കി നോക്കാം, പോയേക്കല്ലേ. അതെ അതെ, ഓക്കെ. എടുക്കൂലേ? എടുത്തരാ ചെയ്യും. നല്ല വയറലാടാ, അത് വയറലായി. ആദരവ് ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. നമുക്കറിയാം, പ്രതിഭാ നിർദ്ദേശം നമുക്കറിയാം, ഗാനാലാപന രംഗത്ത് ശ്രദ്ധേയനായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സാത്തിർ ഈ അടുത്ത് കല്യാണം കഴിഞ്ഞു. ആ കല്യാണം എല്ലാ ചാനലുകളിലും ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധേയനായി സാത്തിർ തൻ്റെ പാട്ടിൻ്റെ പാലായത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടുകാരെന്ന നിലയ്ക്ക് നമ്മൾ ആദരിക്കൽ അനിവാര്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ സാത്തിറിന് ഇവിടെ ഒരു ഉപഹാരം സമർപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട ഞങ്ങൾക്ക് ഇതിലേക്ക് വരണം. കുഞ്ഞിൻ്റെ ഇവിടെ എല്ലാവരും വരുന്നുണ്ട്. കുഞ്ഞി ഇവിടെ ഉണ്ട്, കുഞ്ഞി വരും. പിന്നെ ഇതായോ വരും വരും. അസ്രോ കുഞ്ഞാക്ക ഷാബു കുഞ്ഞാക്കളെ വരും വരും. കുഞ്ഞാക്കെ വരും വരും വരും. അത് പറ്റില്ല വരും. അപ്പോൾ ഈ പരിപാടി നിയന്ത്രിക്കുന്ന അധ്യക്ഷ സ്ഥാനത്തേക്ക് നമ്മുടെ പ്രിയപ്പെട്ട വസൽ മാഷെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ള നാട്ടുകാരെ, സഹോദരങ്ങളെ, വളരെ സന്തോഷമുള്ളൊരു ചടങ്ങിലാണ് നമ്മളിപ്പോൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഈ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു ആദരം നൽകുകയാണ് രണ്ട് വ്യക്തികൾക്ക്. വളരെ പെട്ടെന്നുണ്ടായുള്ള ഒരു പരിപാടിയാണിത്. കാരണം ബഹുമാനെ നമ്മുടെ രണ്ട് വ്യക്തികൾ, സാത്തിർ തൻ്റെ ജീവിതത്തിൻ്റെ വിവാഹഘട്ടത്തിൽ ഏകദേശം 54 ലക്ഷത്തോളം ആളുകളാണ് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കണ്ട്, ലോകം മൊത്തം കണ്ട് സമൂഹ മാധ്യമം വൈറലായിട്ടുള്ളത്. ആ ഒരു പ്രതിഭയെ ആദരിക്കൽ നമ്മുടെ നാട്ടുകാരുടെ വലിയ ചുമതലയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വാർഡ് മുസ്ലിം കമ്മിറ്റി ഇത്തരമൊരു ചടങ്ങിലേക്ക് ഇന്നത്തെ ദിവസം തിരഞ്ഞെടുത്തിട്ടുള്ളത്. നമുക്കറിയാം, വെള്ളിയാഴ്ച ദിവസങ്ങളൊക്കെ സാധാരണ എല്ലാവരും തിരക്കുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ജുമ കഴിഞ്ഞ ഉടനെ തന്നെ ഈ ഒരു പരിപാടി വെച്ചിട്ടുള്ളത്. വളരെ സന്തോഷമുണ്ട് ഈ ചടങ്ങിൽ ഇവിടെ വന്നിട്ടുണ്ട്. അതുപോലെ പഴയ പള്ളിൻ്റെ സമീപത്ത് വെച്ച് പിന്നെ റിപ്പോർട്ടറിൻ്റെ അരുൺകുമാർ അതേ ഒരു കുതിരപത്ത് നിന്ന് ഈ സാത്തിരും കുറേ ആളുകളും ചുറ്റും നിന്ന് ഒരു പാട്ട് പാടിയിട്ടാണ് ഞങ്ങളെ അന്ന് ബഷീർ സാഹിബിനെ സ്വീകരിച്ചത്. സത്യത്തിൽ അന്നാണ് ഞാൻ സാത്തിൻ്റെ അങ്ങനെയുള്ള ദഫും കാര്യങ്ങളൊക്കെ മദ്രസയുടെ സമയത്തൊക്കെ ഉണ്ടായാലും അറിയാമെന്നല്ലാതെ ഇതുപോലെ രംഗത്ത് ശക്തമായി സ്വാധീനം ചെലുത്താൻ കഴിയുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് എന്ന് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വിവാഹ ദിവസം ഒരു പാട്ട് പാടി അദ്ദേഹം സമൂഹത്തിൻ്റെ ഇടയിൽ, ജനങ്ങളുടെ ഇടയിൽ വലിയ റെക്കോർഡ് സൃഷ്ടിച്ചു എന്നതാണ് ഇപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ ഒരു സ്വീകരണം കൊടുക്കാറ്. തികച്ചും നാട്ടിൽ അത്തരം രംഗങ്ങളിൽ വളർന്നു വരുന്ന ആളുകൾക്ക് പ്രോത്സാഹനം കൊടുക്കുക എന്നുള്ളത് നാട്ടുകാരായ നമ്മുടെ കടമയാണ്. അവരെ ആ കഴിവുകൾ വികസിപ്പിച്ച് കൊണ്ടുവരികയും ആ കഴിവിന് സമൂഹത്തിൽ അംഗീകാരം കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങ് മനോഹരമായ ഒരു ചടങ്ങാണ്, വളരെ സുചിരമായ ചടങ്ങാണ്. ഈ ചടങ്ങിൽ സംഘടിപ്പിക്കപ്പെട്ട ഇതിൻ്റെ വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയെ ഞാൻ ഇവിടെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. സാത്തിർ ഇനി ആ രംഗത്ത് കടന്നു വരണം. അപ്പോൾ നമ്മുടെ ദഫത്തൊന്ന് പാടുന്നത്, അപ്പോൾ ഇവിടെ ദഫുംകാരൊക്കെ ഉണ്ട്, അതിലൊന്ന് പാടിയിട്ട് നമുക്ക് ഉഷാറാക്കണം, റബീഉൽ അവ്വൽ കൂടി എന്നൊരു സാത്തിറിനോടൊക്കെ പറയുകയാണ്. വേണ്ട എല്ലാ രൂപത്തിലുള്ള സഹകരണങ്ങളും പ്രവർത്തനങ്ങളും സാധാരണ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ശേഷം തന്നെ ഉണ്ടായ ഈ പുരോഗതികൾ ഇനിയും പുരോഗതിയിലേക്ക് എത്തിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുകയാണ്.
ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് പരിപൂർണമായ ആശംസകൾ അറിയിച്ചുകൊണ്ട് മറ്റു പരിപാടിയിലേക്ക് നീങ്ങാം. നിർത്തുന്നു. അസ്സലാമു അലൈക്കും. എല്ലാരും സന്തോഷം സന്തോഷം. മാഷാഅല്ലാ 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 മാഷാഅല്ലാ. ഓ ഓക്കെ 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 ഓക്കെ. ഓ കുടിക്കുന്നു, എല്ലാരും കുടിക്കുന്നു, എല്ലാരും കുടിക്കുന്നു. നാളത്തെ പരിപാടി മറക്കണ്ട. ഗൾഫിൽ നിന്ന് മുതലായില്ലേ ഇങ്ങനെ ഒരു കാഴ്ച? ഒരു മഹനീയമായ ഒരു പരിപാടി ഇട്ടോ പറയും എന്താ രസം? സാത്തിന്റെ ഒരു അടിപൊളി പരിപാടി. അതെ, വ്ളോഗിൽ കയറാനും പറ്റി. കയറാനും പറ്റി. ഇനി 5 മില്യൺ ആൾക്കാർ കണ്ടാലോ? കണ്ടാ സെറ്റ്. അതെ, ഇനിയിപ്പൊ ദുബായില് പണി നിർത്തിയോണ്ട് പോരാ നാട്ടിക്ക് അല്ലേ? പണി വേണം. പണി ഇവിടെ തരും ഞാൻ, എന്റെ ക്യാമറമാൻ ആയിക്കോ. അതെ അതെ, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ കുഞ്ഞോ ഒരുപാട് സന്തോഷം. ഇങ്ങനൊരു ആദരവ് കിട്ടിയോണ്ട് നാടിന്റെ ഒരു ആദരവാണ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. വളരെ സന്തോഷം, ഒരുപാട് സന്തോഷം. ഇനി ഉയരങ്ങൾ എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഓ ഷുവർ ഷുവർ. അപ്പൊ ഇങ്ങനെ ഒരു ആദരവ് തന്നതിന് എല്ലാവരോടും താങ്ക് യു താങ്ക് യു താങ്ക് യു. അപ്പൊ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞ് എത്തിയിട്ടുണ്ട്, വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവിടുന്ന് വീഡിയോ ഒന്നും കറക്റ്റ് എടുക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്നുള്ളൊരു പ്രോഗ്രാം ആയതുകൊണ്ടും ഒന്നും വീഡിയോ കറക്റ്റ് കിട്ടിയില്ല. അപ്പൊ എന്തായാലും അവിടുന്ന് പറയാനും കഴിഞ്ഞില്ല. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒരു ആദരവ് എന്താ പറയാ, ഏതൊരു പാട്ടുകാരൻ്റെ ആഗ്രഹമായിരിക്കും സ്വന്തം നാട്ടിൽ നിന്ന് ഇങ്ങനെ ഒരു ആദരവ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ആദരവ് തന്നതിൽ അതിൻ്റെ ഭാരവാഹികളോട് ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷം. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.